പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണാത്തതായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്.
മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ, തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി, ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ട് പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളയും ബൈബിളിൽ. അത് മലയാളത്തിനേക്കാളുപരി സാധാരണഗതിയിൽ മലയാളം ട്രാൻസ്ലേഷനൊക്കെ വരുന്നൊരു വിഷയം മലയാളത്തിന് ഒരു ജീവിതത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ കൊളോണിയൽ ചിന്തകൾക്ക് നമ്മൾക്ക് നല്ല അടിമത്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് നമ്മുടെ കോളനി യജമാനന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന, അത് ബൈബിളിൻ്റെ തർജ്ജിമകളിലും അതൊക്കെ വരും, അറിയാതെ വരും. എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തോട് പുറന്തിരിഞ്ഞ് നിൽക്കുന്ന തർജ്ജിമകളുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന തർജ്ജിമകളുണ്ട്. നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതർ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, കൃപാസനം വചന വിശകലനം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അറിയാൻ എന്താണ്, അത് ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പൊരുതുന്ന മനുഷ്യൻ മുറിവുകൾ വകവെക്കായി യുദ്ധം ചെയ്യാൻ വേണ്ടി അവന് ആവേശവും ഇന്ധനവും യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഗോലിയാത്തിനെ കൊല്ലണതിന് മുമ്പേ ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആരെയാണ് ഏൽപ്പിച്ചത്? യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോയവനാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വധിക്കണം, നീ ദാവീദാണ്, നിൻ്റെ പണി യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോവുകയാണ്. കാര്യം യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അപ്പവും കൊണ്ടുപോകും. അവനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ഞാനിത് പറയണത് എന്താ അറിയോ, ഞാനെപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നോക്കത്തുള്ളൂ. കാര്യം എൻ്റെ മിഷൻ അതാണ്. ഓരോരുത്തർക്കും ഓരോ മിഷനല്ലേ. ഉദാഹരണത്തിന് ഈ എഫേസ്യൻസ് വായിച്ച്, എഫേസ്യൻസ് 4:29 വായിച്ച്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അവിടെ കേൾവിക്കാരുടെ ഉന്നതിക്കുതകുന്ന വിധമായിരിക്കണം കർത്താവിൻ്റെ വചനവും. അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ വിശ്വാസം കൈമാറുന്നതും കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതുമെല്ലാം അതിലെന്താണ്. പക്ഷെ അത് ഇംഗ്ലീഷ് തർജ്ജിമ എന്താ വെച്ചാൽ ഭയങ്കര രസമാണ്. അതായത് യൂസ് ഹെൽപ്ഫുൾ വേർഡ്സ്. എന്തിനു വേണ്ടി? ടു ബിൽഡിങ് അതേഴ്സ്
അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് എന്നാണ്. ഉന്നതി എന്നല്ല കിടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ നോക്കിയിട്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ പത്രം കൊണ്ട് പോകുമ്പോഴും അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യം വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയുടെ ഉപദേശങ്ങൾ നൽകുവാനും. കാര്യം ഇപ്പോൾ ഒത്തിരി പേര് ഉടമ്പടി ഒരു പുതിയ സബ്ജക്റ്റ് ആയത് കാരണം ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതുതന്നെയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ആൾക്കാരിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ കാര്യം അങ്ങനെ ചെയ്യുന്ന ആയിരങ്ങളുണ്ട് ശരിക്കും സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തേക്കേണ്ട ഇതാണ്, മറ്റുള്ളവരുടെ നീഡ്സ്. അതായത് കർത്താവിൻ്റെ വചനത്തിലില്ലേ, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് 2 കൊരിന്തോസ് 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രേക്ഷിതരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉടമ്പടിയെ നിങ്ങളുടെ അതാത് ദിവസത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മാത്രമല്ലാതെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, മറ്റുള്ളവരുടെ ട്രബിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയോ നമുക്ക് കൊണ്ടുപോകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയോ ചെയ്തുകൊണ്ട് അവരെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. എന്തിന്? ദൈവനാമത്തിൽ. അപ്പോൾ നമ്മൾ ദൈവനാമത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഉപദേശം പോലും ഫലിപ്പിക്കണത് ആരാ? ദൈവമാണ്. അയ്യോ ഞാനെന്ത് പറയാനാണെന്നല്ല, എന്നിലൂടെ കർത്താവ് എന്ത് പറയും. അപ്പം നമ്മൾ പറയണത് നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് അവർക്കത് പ്രയോജനമായിട്ട് മാറും. ഇതിനകത്ത് എന്താ കാര്യത്തിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരാളോട് സംസാരിച്ച് അയാൾക്ക് ആശ്വാസം ഉണ്ടാകണം അല്ല വിഷയം. നമ്മളോട് സംസാരിച്ച് തീരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് വലിയ കഴമ്പോ കാമ്പോ ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ആന്തരിക ശക്തി ലഭിക്കും. അതാര് കൊടുക്കുന്നതാണ്? ദൈവം കൊടുക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഇതെൻ്റെ ഹസ്ബൻഡ് ഡൈജു. ഞാൻ കോതമംഗലം നെല്ലിമറ്റം എഗഡവയിൽ നിന്ന് വരുന്നു. ഞാൻ ഇസ്രായേലിൽ 5.5 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ഏപ്രിൽ 17 ഇസ്രായേലിൽ നിന്ന് ഇവിടെ ലീവിന് വന്നതാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്ക് എനിക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട ഡേറ്റ് ജൂൺ 7 മുമ്പ് എനിക്ക് കയറി ചെല്ലണമായിരുന്നു. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാനൊരു മെഡിക്കൽ ചെക്കപ്പ് സാധാരണ നടത്താറുണ്ട്. അങ്ങനെ ഞാൻ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഒരു സംശയം കാരണം ഡോക്ടർ എൻ്റെ ഹാൻഡിന് പെയിൻ ഉള്ളതുകൊണ്ട് MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ MRIയിൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഹാൻഡ് ടിയർ അടിച്ചിട്ടുണ്ടായിരുന്നു, 2 സിസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ സോഫ്റ്റ് ബോൺ 2 ഫ്രാക്ചറായിട്ടിരിക്കുമായിരുന്നു. ഞാൻ ഇസ്രായേലിൽ വെച്ച് എക്സ്റേ എടുത്തായിരുന്നു. പക്ഷേ എക്സ്റേയിൽ സോഫ്റ്റ് ബോണിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കയ്യിൽ ബാമൊക്കെ തേച്ച് കൊണ്ടിരുന്നു. അപ്പോൾ സാധാരണ ബോൺ ഒടിഞ്ഞപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള വേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇസ്രായേലിലേക്ക് എൻ്റെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കോതമംഗലം ധർമ്മേരിയിൽ നിന്ന് എൻ്റെ അടുത്ത് അവിടെ ചെയ്യാൻ പറ്റില്ല,
വേറെ ഹോസ്പിറ്റൽ രാജഗിരിയിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ രാജഗിരി ഹാൻഡിൻ്റെ മാത്രം നോക്കുന്ന ഡോക്ടറെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹാൻഡിന് സർജറി ചെയ്തു. അപ്പം എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 2 month റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് 7-ാം തീയതി അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ട ഡേറ്റ് ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് അവിടെ എൻട്രി ചെയ്തിരിക്കണം. ആ 7-ാം തീയതിക്ക് മുമ്പ് അവിടെ കയറിയിരിക്കണം. അങ്ങനെയാണ് ഇസ്രായേലിലെ നിയമം. അപ്പോൾ എനിക്ക് പോകാനതിന് മുമ്പ് ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ള റീഎൻട്രി തന്നെ കയറി പോകാമെന്ന് വിചാരിച്ച് ജൂൺ 3-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ എൻ്റെ വിസയൊക്കെ ഓക്കെ ആയിരുന്നു. എൻ്റെ റീഎൻട്രി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ആ കമ്പ്യൂട്ടറിൽ ആ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇസ്രായേലോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് എൻട്രി വിസ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒത്തിരി സങ്കടത്തോടെ ഞാൻ തിരിച്ചു പോകുന്നു. ഇസ്രായേലിലെ ഒരു പ്രത്യേകതയുണ്ട്, മെഡിക്കലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പിന്നെ അവിടെ ഫുൾ ചെക്ക് ചെയ്തിട്ട് അവിടെ കയറ്റത്തുള്ളൂ. ഒരു ഉറപ്പുമില്ല പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ 2 month റെസ്റ്റ്. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നപ്പം ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. അച്ഛനെ കണ്ടു, ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അതിന് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. അന്നേരം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഹാൻഡിന് പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് പോകാൻ നേരത്തുള്ള മെഡിക്കൽ ചെക്കപ്പിലാണ് ഇത് എല്ലാം അറിഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പാസ്പോർട്ടും എൻ്റെ പോകാനുള്ള ആ പഴയ റീഎൻട്രിയുടെ ടിക്കറ്റും എല്ലാം അച്ഛൻ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നായിരുന്നു. അന്ന് ഹസ്ബൻഡും ഞാനും ഉടമ്പടി നേരത്തെ എടുത്തായിരുന്നു. ഹസ്ബൻഡ് അന്ന് തന്നെ പിന്നെയും ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. ഉടമ്പടിയിലെ എല്ലാ ജീവിത മാർഗത്തിലൂടെ നയിച്ചു. അടുത്ത മാസം 12-ാം തീയതിയാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസം തികയുന്നത്. ഇവിടെ നിന്ന് വന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഇന്നലെ യാദർശികമായിട്ട് അവിടെ നിന്ന് എൻ്റെ നോക്കണ അമ്മച്ചിയുടെ ഫാമിലി എല്ലാം ഇടപെട്ടു. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സാധാരണ അവിടെ ഒരിക്കലും നടക്കാറില്ല. റീഎൻട്രി എന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേക എൻട്രിയാണ്. അവിടെ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് 2 മാസത്തിന് അച്ഛനെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് വിസ വന്നു. അവിടെ നിന്ന് അടുത്ത വ്യാഴാഴ്ച ഞാൻ തിരിച്ചു കയറി പോവുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഞാൻ എനിക്ക് തന്ന പത്രങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും കൊടുത്തു. ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചു. അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തു. എന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നും ഞാൻ ബൈബിളിൽ വായിക്കുമായിരുന്നു. എൻ്റെ ഹാൻഡിന് പെയിൻ അല്ലാത്ത സമയത്ത് ഞാൻ എന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നാണ്. ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ എന്നും കുർബാന കാണുമായിരുന്നു. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഫലമായി മാതാവ് പ്രത്യേകമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് പോയ അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് 17 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഡേറ്റ് ആണല്ലോ. അപ്പോൾ അന്ന് തന്നെ വിസ വന്നെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് എപ്പോഴും ഞാൻ മൊബൈലെടുത്ത് നോക്കും, വന്നോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്കും എൻ്റെ എൻട്രി പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് അതിനു വേണ്ടി. അങ്ങനെ എനിക്ക് മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേറെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്രായേലായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നായിരുന്നു. അപ്പോൾ കോതമംഗലം ധർമ്മയിൽ അഡ്മിറ്റായി. പെട്ടെന്ന് ICU കയറ്റി CCUവിൽ അഡ്മിഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ടെൻഷനായിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ദേഹത്തും ചെസ്റ്റിലും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമൽ ആകണേന്ന് പറഞ്ഞു. അങ്ങനെ TMT എന്ന് പറഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് ചെയ്തു, ട്രോപ്പൈ എന്ന് പറഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് ചെയ്തു. അതെല്ലാം നോർമലായി. പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അങ്ങനെ മാതാവും ഈശോവും വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം ലഭിച്ചതിന് 1000 നന്ദി.
എനിക്ക് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദൈവമായിട്ട് കൂടുതൽ ഇടപെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടു ദൈവം. പിന്നെ എനിക്കൊരു പ്രത്യേക വചനം ദൈവം എനിക്ക് ഇതിലൂടെ തന്നെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വചനം ഞാൻ എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ എന്നും ബൈബിൾ വായിച്ചു. എന്നും കുർബാനയിൽ പങ്കെടുത്തു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ദൈവവുമായിട്ട് ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തു, പാവപ്പെട്ടവരെ സഹായിച്ചു, പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി ഇതുവഴി, ഈ ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി ചെയ്യാൻ പറ്റി. ഈ എല്ലാ അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് ഞാൻ 1000 ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അഞ്ജു ഡൈജു എന്ന ഈ കപ്പിൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എൻട്രി വിസ ക്യാൻസലായിരുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു വലിയ സാധ്യതയുടെ വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും അത് നിരാകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണ സാക്ഷികളോട് ഒന്ന് ഏറ്റുപറയുന്നത്. എല്ലാം ഈ മകൾ വിവരിച്ചതുപോലെ തന്നെ യാതൊരു സാധ്യതകളുമില്ല. കാരണം മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ കൂടി അവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഈ മകൾ ശുശ്രൂഷ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആ വീട്ടിലെ കുടുംബക്കാർ ഇടപെട്ടെങ്കിലും അത് ഇടപെടാനുണ്ടായ സാഹചര്യമെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമാണെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് റീ എൻട്രിയിൽ തിരിച്ചു പോകാൻ പോലും സാധ്യമല്ലായിരുന്നു. പക്ഷേ മകൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു ധൈര്യം ഉണ്ടായി, ഒരു മനോവിശ്വാസമുണ്ടായി, എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കാരണം അച്ഛൻ്റെ പ്രാർത്ഥന അത്ര വലുതാണ്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും എല്ലാ ബലഹീനതകളെയും അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള വിശുദ്ധി ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്, അച്ഛന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ 40 വർഷത്തെ ദിവ്യബലിയുടെ യോഗ്യതയാലാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സാധിച്ചു തരുന്നത്. 2 മാസത്തിൻ്റെ അവധിയിൽ ഈ മകൾക്ക് ലഭിച്ചത്, സമയച്ചുരുക്കമെന്ന് പറയുന്നത് 2 ആഴ്ചയ്ക്കുള്ളിലാണ് എൻട്രി വിസ ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് മകൾ പറയുകയുണ്ടായി. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ചെസ്റ്റ് പെയിൻ മാറി, എല്ലാം ECG എല്ലാം നോർമലായതായി സാക്ഷ്യപ്പെടുത്തുന്നു. നാം എവിടെയാണോ നമ്മുടെ ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ആചരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഈശോ കൺക്ലൂഡ് ചെയ്ത വലിയ ദൈവകൽപ്പന അതാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുക, നിൻ്റെ ദൈവം നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരു വലിയ സിദ്ധാന്തം, വലിയ സ്നേഹത്തിൻ്റെ കൽപ്പന നാം എന്നാണോ പാലിക്കാൻ തുടങ്ങുന്നത് അവിടെയെല്ലാം ഈശോ കൃത്യമായി നമുക്ക് സാധ്യതകൾ തുറന്നു തരും എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ പൂർണ്ണമായി വിശ്വസിക്കാം. അഞ്ജുവിനും ഡേജുവിനും ലഭിച്ച, കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവിടെ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിയോടെ നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.